നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 2024 ശ്രീ മുകേഷ് MLA അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം മുകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുന്നതും. അദ്ദേഹം ഒരു MLA ആയിരുന്നു, പക്ഷേ അദ്ദേഹം രാജിവെച്ചിട്ടില്ല. അന്നൊന്നും മറ്റു പാർട്ടിക്കാർ അദ്ദേഹത്തെ രാജിവെക്കണമെന്ന് പറഞ്ഞെങ്കിലും ഭരണ പാർട്ടിയായ മുകേഷ് രാജിവെച്ചിട്ടില്ല. ഇപ്പോൾ 2-3 ദിവസമായി കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആരാണ് ഈ മാധ്യമങ്ങളെ, ഈ ന്യൂസ് ചാനൽക്കാരെ പോലീസുകാരുടെ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്? ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അത് അന്വേഷിക്കാനായിട്ട് പോലീസുണ്ട്. എന്തിനാണ് ഈ മാധ്യമങ്ങൾ അതിലിറങ്ങിത്തിരിക്കുന്നത്? ഒരു ദിവസം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എന്ന് പറഞ്ഞ് അവരാദ്യം ഒരു പോസ്റ്റ് ഇട്ടു. പിന്നീട് 1:30 രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത്. ഇപ്പോഴിതാ രാഹുൽ MLA സ്ഥാനം രാജിവെക്കുന്നുവെന്ന്, ഉച്ചയ്ക്ക് രാജിവെക്കും, വൈകിട്ട് രാജിവെക്കും, കാലത്ത് രാജിവെക്കും എന്നെല്ലാം പറഞ്ഞ് മാധ്യമങ്ങൾ എക്സ്ക്ലൂസീവ് പോലെ ന്യൂസ് പബ്ലിഷ് ചെയ്യുന്നു. ഇപ്പോൾ വീണ്ടും ഏകദേശം 1:30 രാഹുൽ മാധ്യമങ്ങളെ കാണുകയും നടന്ന സംഭവങ്ങളും ഫോൺ റെക്കോർഡുകളും എല്ലാം കേൾപ്പിക്കുകയും ചെയ്തു. എന്തിനാണ് ഈ മാധ്യമങ്ങൾ മാധ്യമധർമ്മം പാലിക്കാത്തത്? ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇനി എന്താണ്? ഏതാണ് ഫേക്ക് ന്യൂസ്, ഏതാണ് ഒറിജിനൽ ന്യൂസ് എന്ന് നമുക്കറിയില്ല. ഫേക്ക് ന്യൂസ് പറയുന്നത് ഇങ്ങനെ നടന്നു, അതായത് അവർ അവിടെ ഉണ്ടായിരുന്നു, ഈ മാധ്യമ റിപ്പോർട്ടർ അവിടെ ഉണ്ടായിരുന്ന പോലെയാണ് അവരെല്ലാ സംഭാഷണങ്ങളും പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഫേക്ക് ന്യൂസ് കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെതിരെ ഗവൺമെൻറ് ഒരു ആക്ഷൻ എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് ഒരു തരം എലക്ഷൻ മുൻകണ്ട് നടന്ന ഒരു കളിയാണോ അല്ലെങ്കിൽ ഒരു കുടുക്കലാണോ എന്ന് ചെറിയൊരു സംശയം ബാക്കി നിൽക്കുന്നു. ഫോൺ സംഭാഷണത്തിലൂടെ മനസ്സിലായത് രാഹുലും ആ പെൺകുട്ടിയും തമ്മിൽ നല്ല അടുപ്പത്തിലാണെന്നോ അവർ തമ്മിൽ അറിയാമെന്നുമാണ്. അതിൻ്റെ പിന്നിൽ ആരെങ്കിലും കളിക്കുന്നുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇലക്ഷൻ മുൻകണ്ട് ചെയ്തതാണോ, അല്ലെങ്കിൽ ഇലക്ഷൻ ഏകദേശം കുറച്ച് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എന്തിനാണ് പെട്ടെന്ന് ഒരു ഫോൺ സംഭാഷണം, ഒരു പോലീസ് കേസ് പോലും ഇല്ലാതെ ഒരു ഫോൺ സംഭാഷണമാണ് പെട്ടെന്ന് പൊന്തി വന്നത്? ആണും പെണ്ണും സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഒന്നിലോ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് ആരെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിച്ചതോ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു.